ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പിന്റെ കേസിൽ ചില ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്നറിയോ? അവരെപ്പോഴും സിംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. പലപ്പോഴും അവരുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് വന്നു പോകുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു സ്ഥിരതയില്ലാത്ത ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരെ ഓപ്ഷൻ ആക്കിക്കൊണ്ടാണ് ആ വ്യക്തികൾ കാണുന്നത്. ഇങ്ങനെ പല പ്രോബ്ലം കാരണം അവരാഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാം. ഇതൊരു 3 ഹാബിറ്റ് ആണ്. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു തോട്ട്, അതായത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള തോട്ടൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ ഹാപ്പി ആകുന്നത്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം റൊമാൻറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കോഫി ഡേറ്റ്, നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക് നിങ്ങളൊരു കോഫി ഡേറ്റിന് പോവുക, ഒറ്റയ്ക്ക് മൂവി കാണാൻ പോവുക. അതുപോലെ തന്നെ സ്വയം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഓരോ കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും, അതെല്ലാം സ്വയം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളൊരു വൈബ്രേഷനാണ് നിങ്ങളിൽ നിന്നും പോവുക. സ്വാഭാവികമായിട്ടും എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തിന് അത്ര എനിക്ക് അത് അർഹനല്ലേ അല്ലെങ്കിൽ അർഹയല്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാർക്കൊന്നും നിങ്ങളുടെ മനസ്സിൽ വരില്ല. പകരം നിങ്ങൾ അതിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്, സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനെ ബിലീവ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യുക, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ ആരും അവരുടെ ലൈഫിൽ തിരഞ്ഞെടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ചൂസ് ചെയ്യുന്നില്ല, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. പകരം പോസിറ്റീവായ രീതിയിൽ കോൺഷ്യസ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം. അത് ഏതെങ്കിലും ഒരു ദിവസത്തെ ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റക്കായി അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ബാഡ് ഇൻസിഡന്റ് കാരണോ അല്ലെങ്കിൽ മറ്റെന്ത് റീസണോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻസിഡന്റ് എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക, അത് ലീവ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പകരം എന്ത് ചെയ്യുക, കോൺഷ്യസ് ആയിട്ട് തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളെയൊക്കെ മാക്സിമം ലൈഫിൽ നിന്ന് കുറച്ച് അകലത്തിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആരെങ്കിലും നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ ആക്കിയിട്ടൊക്കെ നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംബിങ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാതിരിക്കുക, അതായത് ടോളറേറ്റ് ചെയ്യാതിരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് എന്റർടൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ ആഗ്രഹിക്കുന്നത്, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഓപ്ഷൻ ആക്കി നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ കംഫർട്ടിനനുസരിച്ച് മാത്രം നിങ്ങളോട് വന്ന് സംസാരിക്കുന്നു, എന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ജസ്റ്റ് ഒന്ന് അകലം പാലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കാത്ത ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കണം. സോ ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എപ്പോഴും സിംഗിൾ ആണ്, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്